നമസ്കാരം. ബിജൂസ് PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 1897 കോൺഗ്രസിൻ്റെ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ പറഞ്ഞു വന്നിട്ട് 97 നമ്മൾ ഇന്ത്യയിലുണ്ടായ ഒരു മഹത്തായ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു, ശ്രീരാമകൃഷ്ണ മിഷനെ കുറിച്ച് പറഞ്ഞു, സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് ഞാൻ 1901 പോയി. അപ്പം അതിനിടയ്ക്ക് കോൺഗ്രസ് സമ്മേളനങ്ങളുണ്ട്, പക്ഷേ എടുത്തു പറയത്തക്ക പ്രാധാന്യമൊന്നും ആ സമ്മേളനങ്ങൾക്കൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് 1901 വരുന്നത്. 1901 കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് ദിൽഷാ വാച്ച എന്ന് പറയുന്ന ആളാണ്. വാച്ച സാഹിബ് എന്നറിയപ്പെടുന്ന ദിൽഷാ വാച്ച എന്ന് പറയുന്ന ആളാണ് ആ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത്. അപ്പോൾ അധ്യക്ഷന്റെ പ്രാധാന്യമല്ല ഞാനവിടെ പറഞ്ഞു വരുന്നത്. ഞാനവിടെ പറയുന്നത് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം എന്ന രീതിയിലാണ്. അപ്പോൾ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് 1901 കൊൽക്കത്ത സമ്മേളനം. എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും, അതെങ്ങനെ ഈ 1901 കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ ഗാന്ധി പങ്കെടുത്തത്? ഗാന്ധി ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലല്ലേ, അല്ലേ? കാരണം ഗാന്ധി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഗാന്ധി 1893 സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. 1893 സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയ ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ തന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് വന്നത് 1915 ജാനുവരി 9 ജാനുവരി 9 പ്രവാസി ഭാരതീയ ദിനം. കാരണം ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ തന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് വന്നത്. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതുമാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഗാന്ധിജി പങ്കെടുത്ത് 1901 സംശയം അല്ലേ? സംശയിക്കണ്ട, ഗാന്ധി പങ്കെടുത്തു. കാരണം ഇതിനിടയ്ക്ക് ഗാന്ധിജി ഒരു 3 പ്രാവശ്യം ഇന്ത്യയിൽ വന്നു പോയിട്ടുണ്ട്. ഒരു പ്രവാസിയുടെ ജീവിത രീതി വെച്ച് പറയുകയാണെങ്കിൽ ഗാന്ധി 3 പ്രാവശ്യം ലീവിന് വന്നു പോയി. അപ്പൊ അങ്ങനെ രണ്ടാമത് വരുന്ന സമയത്താണ് കൊൽക്കത്തയിൽ ആ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്നത്. ഗാന്ധി തന്റെ രാഷ്ട്രീയ ഗുരുവിന്റെ ക്ഷണമനുസരിച്ച് അവിടെ പങ്കെടുക്കുന്നു. ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ക്ഷണമനുസരിച്ച് ഗാന്ധി അവിടെ പങ്കെടുക്കുന്നു. ഗാന്ധി ഒരു പ്രമേയമല്ലാതെ അവതരിപ്പിച്ചിട്ട് ഗാന്ധി തിരിച്ചു പോകുന്നു. ഗാന്ധി സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചൊരു പ്രമേയം അവിടെ അവതരിപ്പിക്കുകയായിരുന്നു. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചൊരു പ്രമേയമൊക്കെ അവതരിപ്പിച്ച് മറ്റു ചില പരിപാടികളെല്ലാം കഴിഞ്ഞ് ഗാന്ധി ആ സമയത്താണ് മദ്രാസിൽ വരുന്നത്, നമ്മുടെ GP പിള്ളേർ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഗാന്ധി തിരിച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. അപ്പോൾ ഗാന്ധി ആദ്യമായി പോയ വിദേശ രാജ്യം എന്താണ്? സൗത്ത് ആഫ്രിക്കയാണോ? അല്ല. ഗാന്ധി ആദ്യമായി പോയ വിദേശ രാജ്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്, ലണ്ടനാണ്. ലണ്ടനിലേക്ക് പോയി. എന്തിനാ പോയത്? ബാരിസ്റ്റർ ആകാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി. 1888 ഗാന്ധി പഠിക്കാനായിട്ട് ഇംഗ്ലണ്ടിൽ പോകണമെന്ന് പറയുമ്പോൾ ഗാന്ധിയുടെ അമ്മ ആദ്യം പോകണ്ടെന്ന് പറയുന്നത്. കാരണം ഗാന്ധിയുടെ ഒരു യാഥാസ്ഥിക ഹിന്ദു കുടുംബമാണ്. യാഥാസ്ഥിക ഹിന്ദുക്കളാരും അക്കാലത്ത് കടലിൽ കിടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധിയോട് പോകണ്ട എന്ന് ഗാന്ധിയുടെ അമ്മ പറഞ്ഞു. ഗാന്ധിയുടെ അച്ഛൻ അതിന് മുമ്പ് തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മാവ് ജിൻഡേൻ എന്ന് പേരുള്ള ഒരു കുടുംബ സുഹൃത്ത്, ആ സുഹൃത്ത് നിർബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഗാന്ധിയോട് പൊയ്ക്കോളാനായിട്ട് ഗാന്ധിയുടെ അമ്മ പറയുന്നത്. അപ്പൊ അങ്ങനെ ഗാന്ധി ഇംഗ്ലണ്ടിലേക്ക് പോയി, ബാരിസ്റ്റർ വന്നതിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടെ പോയിട്ട് ഗാന്ധി വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കടയിൽ അന്വേഷിച്ചതെന്ന് പറഞ്ഞു. അവസാനം വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു കടയിൽ കണ്ടെത്തി. അവിടെ സ്ഥിരമായിട്ട് ഗാന്ധി പോകുന്നു. അപ്പോൾ അവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ ഒരു സംഘം ആൾക്കാരുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഗാന്ധി കൂട്ടിച്ചേരുന്നു. എന്നിട്ട് അവരുടെ ഒരു പുസ്തകത്തിലാണ് ഗാന്ധിജി ആദ്യമായി ലേഖനങ്ങൾ എഴുതുന്നത്. അപ്പൊ ഗാന്ധിജി ആദ്യമായി ലേഖനങ്ങൾ എഴുതിയ ആ പുസ്തകത്തിന്റെ പേര് ദി വെജിറ്റേറിയൻ എന്ന പുസ്തകത്തിലാണ് ഗാന്ധിജി ആദ്യമായി ലേഖനങ്ങൾ എഴുതിയത്. അത് എഴുതിട്ട് ഈ വെജിറ്റേറിയൻകാരുടെ സമ്മേളനത്തിലൊക്കെ ഗാന്ധി പങ്കെടുക്കാൻ പോകും. ആ സമയത്ത് ഗാന്ധി ഒരു നാണംകുണിയായ ഒരു വിദ്യാർത്ഥിയാണ്. ഗാന്ധിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഗാന്ധി എഴുതി കൊടുക്കും, അടുത്തിരിക്കുന്ന ആള് വായിച്ചു കേൾപ്പിക്കും. അങ്ങനെയൊക്കെയായിരുന്നു അവസ്ഥ. അതെല്ലാം കഴിഞ്ഞ് ഗാന്ധി അവിടുത്തെ പഠനമൊക്കെ പൂർത്തിയായി തിരിച്ചു വന്നു. പെറ്റി കേസ് വാദിക്കാനായിട്ട് ഗുജറാത്തിലെ ഒരാൾ കേസ് എത്തിച്ചു. ഗാന്ധി കേസ് വാദിക്കാനായിട്ട് കോടതി കയറിയെങ്കിലും ഗാന്ധിക്ക് അവിടെ ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല. ഗാന്ധി വേഗത്തിൽ കുറിച്ചിറങ്ങി വന്നു. ഗാന്ധി ആ പരിപാടിയെ മതിയാക്കി. അത് കഴിഞ്ഞിട്ട് ഒരു സ്കൂളിലെ അധ്യാപകനാകാനായിട്ട് ഒരു ശ്രമം നടത്തി നോക്കി ഗാന്ധി. അതും വിജയിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബ്ദുല്ല സേത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാപാരി, ഗുജറാത്തിലെ ഒരു വ്യാപാരി, അദ്ദേഹത്തിന് ദാദാ അബ്ദുല്ല ആൻഡ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ. ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസ്, ആ കേസിന്റെ കാര്യങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ അവിടെ കോടതിയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഗാന്ധി ഇവിടേക്ക് പോവാണ്, സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവാണ്. അങ്ങനെയാണ് ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെയും ബാബ അബ്ദുല്ല ആൻഡ് കമ്പനിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്
ഗാന്ധിയിലേക്ക് പോകുന്നത്, സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത്. അതിപ്പോൾ പോകുന്ന വഴിക്ക് പ്രശ്നങ്ങളാണ്. ഗാന്ധി പോകുന്ന വഴിക്ക് തന്നെ ഗാന്ധി കറുത്ത വർഗ്ഗക്കാരനാണെന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഒരു വെള്ളക്കാരൻ ഗാന്ധിയെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടു. ഗാന്ധിയെ ഇറക്കി വിട്ട റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ ഗാന്ധിയുടെ പേരിലുള്ള ഒരു സ്മാരകമൊക്കെയാണ്. നമ്മുടെ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം സൗത്ത് ആഫ്രിക്ക സന്ദർശിച്ചപ്പോൾ അവിടെ പോവുകയും ഗാന്ധി ഇറക്കി വിട്ട റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമയിൽ ആരാർപ്പണം നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധി ഇറക്കി വിട്ട ആ റെയിൽവേ സ്റ്റേഷന്റെ പേരെന്താ? പീറ്റേഴ്സ് മാരിറ്റസ്ബർഗ്. സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധി ഇറക്കി വിട്ട റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് പീറ്റേഴ്സ് മാരിറ്റസ്ബർഗ്. അങ്ങനെ പീറ്റേഴ്സ് മാരിറ്റസ്ബർഗിൽ ഇറക്കി വിടപ്പെട്ട ഗാന്ധി ഒരു രാത്രി മുഴുവനും അവിടുത്തെ ആ കൊടുംതണുപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അബ്ദുല്ല സൈദിന്റെ ആൾക്കാരെല്ലാം വന്ന് ഗാന്ധിയെ കൂട്ടിക്കൊണ്ടുപോയി. ഗാന്ധി കേസ് വാദിക്കാനായിട്ട് അവിടെ കോടതിയിൽ കയറി. കോടതിയിലും ഗാന്ധി അവമാനിക്കപ്പെട്ടു. ഗാന്ധി തലപ്പാവെല്ലാം വെച്ചിട്ടാണ് അവിടെ കോടതി കയറുന്നത്. അതൊക്കെ ഉപയോഗിക്കാൻ വന്നു. അപ്പൊ അങ്ങനെ സൗത്ത് ആഫ്രിക്കയിലുള്ള ഇന്ത്യക്കാരെ പലതരത്തിലും അവമാനിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലുള്ള ഇന്ത്യക്കാരെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1894 സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഗാന്ധി ഒരു സംഘടന ഉണ്ടാക്കുകയാണ്, നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. 1894 സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധി രൂപീകരിച്ച സംഘടനയുടെ പേരാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. അപ്പൊ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ഒക്കെ രൂപീകരിച്ച ഗാന്ധി ഇങ്ങനെ അവിടെ പ്രവർത്തിച്ചു വരുമ്പോൾ അവിടെ ഒരു യുദ്ധം ഉണ്ടാകും. ബൂവർ യുദ്ധം. സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഡച്ച് കുടിയേറ്റക്കാര് അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ബൂവറുകാർ. അവരുടെ കൈവശമുണ്ടായിരുന്ന കൃഷിഭൂമിയെല്ലാം മറ്റുള്ള യൂറോപ്യന്മാർ പിടിച്ചെടുത്തു. അതിനെതിരെ അവർ നടത്തിയൊരു കലാപമാണ് ബൂവർ യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആ യുദ്ധത്തിൽ ഗാന്ധി പങ്കെടുക്കുന്ന യുദ്ധം ചെയ്യാൻ വേണ്ടി തോക്ക് കൊടുത്തിട്ട് പോകുമായിരുന്നില്ല. ആ യുദ്ധത്തിൽ മുറിവേൽക്കുന്ന ബ്രിട്ടീഷുകാരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് ഗാന്ധി ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ഇതുമെല്ലാം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ആംബുലൻസ് കോർ എന്ന സന്നദ്ധ സംഘടനയുമായി ഗാന്ധി പങ്കെടുത്തുകൊണ്ട് തന്നെ ഗാന്ധിക്ക് ബ്രിട്ടീഷുകാർ പിന്നീടൊരു ബഹുമതി കൊടുത്തു, കൈസർ-ഇ-ഹിന്ദ്. ഗാന്ധിക്ക് ബ്രിട്ടീഷുകാർ ഭൂവർദ്ധത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാരെ സൂക്ഷിപ്പിക്കുന്ന പരിപാടിയിൽ ഏർപ്പെട്ടത് കൊണ്ട് നൽകിയൊരു ബഹുമതിയായിരുന്നു കൈസർ-ഇ-ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതി. അപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡില് സി ശങ്കരൻ നായർ അദ്ദേഹത്തിന് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിനകത്തുണ്ടായിരുന്ന അംഗത്വം രാജിവെച്ച കാര്യം പറഞ്ഞു അല്ലെ, 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതുപോലെ ഗാന്ധി എന്ത് ചെയ്തു? ഗാന്ധി ഈ കൈസർ-ഇ-ഹിന്ദ് എന്ന ബഹുമതി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു കൊടുത്തു. അതും ഏത് സംഭവത്തെ തുടർന്ന് തന്നെയാണ്? 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നാണ്. അപ്പൊ 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ഗാന്ധിജി തിരികെ നൽകിയത് കൈസർ-ഇ-ഹിന്ദ് എന്ന ബഹുമതിയാണ്. സി ശങ്കരൻ നായരാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ അംഗത്വം രാജിവെച്ചത്. അപ്പോൾ ബോർ യുദ്ധം കഴിഞ്ഞു. ശരിക്കും ബോർ യുദ്ധം നടക്കുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്ക എന്ന പേരിൽ ഒരു രാജ്യമൊന്നുമില്ല. അവിടെ നേറ്റാള്, ട്രാൻസ്വാള്, ഓറഞ്ച് റിവർ എന്നിങ്ങനെ ചില യൂറോപ്യൻ കോളനികളാണുള്ളത്. ഈ യൂറോപ്യൻ കോളനികളെല്ലാം കൂടെ ചേർത്തിട്ട് പിന്നീട് സൗത്ത് ആഫ്രിക്ക എന്നൊരു രാജ്യം ഉണ്ടാകുകയും അവിടെ ഉണ്ടായിരുന്ന വെള്ളക്കാരായ ഭൂരിപക്ഷം വന്നിരുന്ന കറുത്ത വർഗ്ഗക്കാരെ നിറത്തിന്റെ പേരിൽ അടിച്ചമർത്തി ഭരിക്കുകയും ചെയ്തു. നിറത്തിന്റെ പേരിൽ അടിച്ചമർത്തി ഭരിക്കുന്നതിന് നമ്മൾ പറയുന്നു അപ്പാർത്തുണ്ട്, വർണ്ണവിവേചനം നിലനിന്നിരുന്ന ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ സംഘടനയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. അതിന് നേതൃത്വം കൊടുത്തു നെൽസൺ മണ്ടേല. അവിടെ നിൽക്കട്ടെ അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഗാന്ധിജിയെ കുറിച്ചാണ്. ഗാന്ധിജി ബോർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഗാന്ധി തിരിച്ച് അവിടേക്ക് പോയി. അവിടെ പോയിട്ട് 1904 ഗാന്ധി അവിടെ ഒരു ആശ്രമം സ്ഥാപിക്കുന്നു. 1904 ഗാന്ധി സൗത്ത് ആഫ്രിക്കയില് ഫിനിക്സ് സെറ്റിൽമെന്റ് എന്ന പേരിൽ ഒരു ആശ്രമം സ്ഥാപിച്ചത്. അപ്പൊ 1904 സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധി സ്ഥാപിച്ച ആശ്രമമാണ് ഫിനിക്സ് സെറ്റിൽമെന്റ്, ഫിനിക്സ് കോളനി. ഇനി ഗാന്ധി എന്നിട്ട് അവിടെ ഒരു പത്രവും ആരംഭിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഗാന്ധി ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ. സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധി ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. അപ്പൊ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രമൊക്കെ ആരംഭിച്ച് ഗാന്ധി അവിടെ ഒരു ആശ്രമം സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്ന സമയത്താണ് സൗത്ത് ആഫ്രിക്കയിൽ അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാര് ഒരു പ്രത്യേക ബോർഡിന്റെ മുന്നിൽ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്നും അവരൊരു ബാഡ്ജ് ധരിക്കണമെന്നും പറഞ്ഞിട്ട് അവിടുത്തെ ആ പ്രിട്ടോറിയ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ ആ നിയമത്തിനെതിരെയാണ് ഗാന്ധി ആദ്യമായിട്ടൊരു സത്യാഗ്രഹം നടത്തുന്നത്.
ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹം 1906 സൗത്ത് ആഫ്രിക്കയിലാണ്. നമ്മുടെ ഇന്ത്യയിലെ സത്യാഗ്രഹം എന്ന് പറഞ്ഞിട്ടാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം പഠിക്കുന്നത്. ഇന്ത്യയിലെ ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹം അത് 1917 ചമ്പാരൻ സത്യാഗ്രഹം. എന്നാൽ ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹം 1906 സൗത്ത് ആഫ്രിക്കയിലെ ട്രാൻസ്വാൾ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹം 1906 സൗത്ത് ആഫ്രിക്കയിലെ ട്രാൻസ്വാൾ. ഈ ബാഡ്ജ് ധരിക്കുക എന്നുള്ള പരിപാടിക്ക് ബ്രിട്ടീഷുകാർ ഉപേക്ഷിക്കുന്നതിന് കാരണമായ സത്യാഗ്രഹം. അപ്പൊ അത് കഴിഞ്ഞിട്ട് 1907 ഗാന്ധി ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു. അത് ശരിക്കും യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഒരു കലാപം എന്നാണ് അവർ പറയുന്നത്. അത് സുളു കലാപം. സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു പ്രത്യേക വർഗം ആൾക്കാരാണ് ഈ സുളു വർഗ്ഗക്കാർ. മുമ്പ് PSC ചോദിച്ചൊരു ക്വസ്റ്റൻ ആണോ, ഈ സുളു വർഗ്ഗക്കാർ അധിവസിക്കുന്ന ഏത് രാജ്യത്താണ്? അപ്പൊ സുളു വർഗ്ഗക്കാർ അധിവസിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ആ സുളു വർഗ്ഗക്കാര് ബ്രിട്ടീഷുകാരെ പലതരത്തിലും ഉപദ്രവിക്കുന്നു എന്നൊരു വാർത്ത കേട്ടുകൊണ്ട് അവിടെയും ബ്രിട്ടീഷുകാരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് ഗാന്ധി ആംബുലൻസ് കോറുമായിട്ട് പങ്കെടുക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ പൂർവ്വവർഗ്ഗക്കാര് ബ്രിട്ടീഷുകാരെ പലതരത്തിലും ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് ഗാന്ധി കാണുന്നത്. എന്തായാലും ഗാന്ധി അവിടെ ഈ സുളു വർഗ്ഗക്കാരെ ശുശ്രൂഷിക്കുന്ന പരിപാടിയിൽ ഏർപ്പെട്ടുണ്ട്. അപ്പൊ ശരിക്കും ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ പങ്കെടുത്ത കലാപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1907 സുളു കലാപമാണ്. ഗാന്ധി പങ്കെടുത്തത് 1899 ബൂവർ യുദ്ധത്തിലാണ്. അപ്പോൾ ബൂവർ യുദ്ധത്തിൽ പങ്കെടുത്തു, സുളു കലാപത്തിൽ പങ്കെടുത്തു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഗാന്ധി 1910 ആയപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഒരു ഫാം ആരംഭിക്കുകയാണ്. ഈ ആടുമാട് വളർത്തലിനും പച്ചക്കറി കൃഷിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ഒരു ഫാം ആരംഭിച്ചത്. അപ്പോൾ അവിടെ ഗാന്ധി ആരംഭിച്ച ഫാം എന്ന് പറയുന്നത് ടോൾസ്റ്റോയ് ഫാം. ഗാന്ധി ആ ഫാമിന് ടോൾസ്റ്റോയുടെ പേര് കൊടുക്കുകയാണ്. കാരണം ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആശയം അത് യഥാർത്ഥത്തിൽ ടോൾസ്റ്റോയുടെയാണ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആശയം. ഇപ്പൊ ആടുമാട് വളർത്തലും പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ട് ടോൾസ്റ്റോയ് ഫാം ആരംഭിക്കുന്നു ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ. ടോൾസ്റ്റോയ് ഫാം. ടോൾസ്റ്റോയെ കുറിച്ച് പറയുമ്പോൾ ടോൾസ്റ്റോയെ നമ്മൾ ഗാന്ധിയുടെ ആത്മീയ ഗുരു എന്നാണ് പറയുന്നത്. ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിയുടെ ആത്മീയ ഗുരുവാണ് ടോൾസ്റ്റോയ്. ഗാന്ധിയുടെ ആത്മീയ ശിഷ്യൻ എന്ന് പറയുന്നത് വിനോബ ഭാവെയാണ്. ഗാന്ധിയുടെ രാഷ്ട്രീയ ശിഷ്യൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു. ആത്മീയ ശിഷ്യൻ എന്ന് പറയുന്നത് വിനോബ ഭാവെയാണ്. ആത്മീയ ഗുരുവാണ് ടോൾസ്റ്റോയ്. ഈ ടോൾസ്റ്റോയെ കുറിച്ച് റഷ്യൻ പ്രസിഡന്റായിരുന്ന, റഷ്യയിലെ ആദ്യത്തെ ഭരണാധികാരിയായിരുന്ന ലെനിൻ പറഞ്ഞെന്താണെന്നറിയോ? ടോൾസ്റ്റോയ് കൃതികള് റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടിയാണ്. അപ്പൊ ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് വെച്ചാൽ അത് ലെനിനാണ്. വ്ളാഡിമിർ ഇല്യാനോവിച്ച് ലെനിൻ, ലെനിൻ. അദ്ദേഹമാണ് ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത്. ഏതൊക്കെയാണ് ടോൾസ്റ്റോയുടെ കൃതികൾ? അന്നാ കരീനീന, വാർ ആൻഡ് പീസ്, ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെ? വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും, അന്നാ കരീനീന, ഉയർത്തെഴുന്നേൽപ്പ് തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതി ടോൾസ്റ്റോയ്. ഇനി ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ പുസ്തകം എന്താ? ഞാനീ പറഞ്ഞ 3 പുസ്തകമല്ല, വാർ ആൻഡ് പീസോ അന്നാ കരീനീനയോ ഉയർത്തെഴുന്നേൽപ്പോ അല്ല. ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ പുസ്തകം അത് ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു ആണ്. ദൈവരാജ്യം നിന്നിലാകുന്നു. ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു, ദൈവരാജ്യം നിന്നിലാകുന്നു. അതാണ് ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ കൃതി എന്ന് പറയുന്നത്. ഇനി ചോദ്യത്തിൽ ഞാൻ ചെറിയ മാറ്റം വരുത്തുന്നു. ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച കൃതി, ടോൾസ്റ്റോയ് എന്ന പേര് പറഞ്ഞില്ല. അപ്പൊ ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച കൃതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൺ ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകമാണ്. ജോൺ റസ്കിൻ എഴുതിയ അൺ ടു ദിസ് ലാസ്റ്റ്, ഈ അവസാനം വരെ. അപ്പൊ ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച കൃതി എന്ന് പറയുന്നത് ഈ അവസാനം വരെയാണ്. അൺ ടു ദിസ് ലാസ്റ്റ് ഇത് ജോൺ റസ്കിൻ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഈ പുസ്തകം ഗാന്ധിജി സർവോദയ എന്ന പേരിൽ ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ഗാന്ധിജി സർവോദയ എന്ന പേരിൽ ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകമാണ് അൺ ടു ദിസ് ലാസ്റ്റ്. അപ്പോൾ ഗാന്ധിജിയെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത്, ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ചെയ്ത കാര്യങ്ങൾ, അതിനു മുമ്പ് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോയ കാര്യങ്ങൾ ഒക്കെയാണ് ഞാൻ ഈ എപ്പിസോഡിനകത്ത് പറഞ്ഞു വന്ന കാര്യങ്ങൾ. ഇപ്പോൾ എന്തായാലും ഗാന്ധി തൽക്കാലം ഞാൻ അവിടെ വിടുന്നു. ഇനി ഞാൻ ഗാന്ധിജിയെ തിരിച്ചു കൊണ്ടുവരും 1917 ദേശീയ പ്രസ്ഥാനം പറഞ്ഞ് 1917 വരുമ്പോൾ ഗാന്ധിയിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, തൽക്കാലം ഗാന്ധിയോട് നിൽക്കട്ടെ. അപ്പൊ നമ്മൾ ഗാന്ധിയിലേക്ക് വന്നത് 1901 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ ഞാൻ 1902 മുതലുള്ള ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വരാം.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നതായിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ആ ബെൽ ബട്ടൺ അമർത്തി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക.